അള്ളാഹുവിന് സോഫ്റ്റ്നെസ് ആണ് എപ്പോഴും ഇഷ്ടം. സംസാരത്തിൽ സോഫ്റ്റ്നെസ് ഉണ്ടാവണം, ഇടപെടലിൽ പരുക്കനാവരുത്. അപ്പോൾ ഒരാൾ വാതിൽ മുട്ടുമ്പോൾ എങ്ങനെ മുട്ടേണ്ടത്? എല്ലാം മുട്ടും. ഒരു വട്ടം മുട്ടിയിട്ട് രണ്ടാമത് നമ്മുടെ ഉമ്മയുടെ, ഭാര്യന്റെ, ഭർത്താവിന്റെ, മക്കളുടെ, കുടുംബക്കാരന്റെ, ഹാജിയാരുടെ, പള്ളി പ്രസിഡന്റിന്റെ, മുദരിസിന്റെ, സെക്രട്ടറിയുടെ, ആരുടെയെങ്കിലും വാതിൽ രണ്ടാമത് മുട്ടണമെങ്കിൽ ഒന്നാമത്തെ മുട്ടലും രണ്ടാമത്തെ മുട്ടലും തമ്മിൽ കുറച്ച് സമയം ഉണ്ടാവണം, ഗ്യാപ്പ്. എന്താണ് ഗ്യാപ്പ്? 4 റക്അത്ത് നിസ്കരിക്കാനുള്ള ഗ്യാപ്പ് കൊടുത്തിട്ടേ രണ്ടാമത് മുട്ടാൻ പറ്റും. ഇതാറ്റെങ്കിലും ആ സ്വഭാവം നമുക്ക് ഉണ്ടോ അങ്ങനെ? കാരണം ഒന്നാമത് വാതിൽ മുട്ടുന്ന സമയത്ത് അയാൾ നിസ്കാരത്തിന് ജസ്റ്റ് കൈ കെട്ടിയതായിരിക്കും, അങ്ങനെ നമ്മൾ കരുതണം എന്നാണ്. രണ്ടാമത് മുട്ടാൻ ആ സലാം വീട്ടാൻ വരെ സമയം സാവകാശം കൊടുത്തിട്ടാണ് രണ്ടാമത് മുട്ടേണ്ടത്. ഇസ്ലാമിന്റെ നിയമമാണ്. സ്വഹാബത്ത് എങ്ങനെയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാതിൽ മുട്ടാറ്? നഖം കൊണ്ടാണ് വാതിൽ മുട്ടാറ്. നഖം കൊണ്ട് അല്ല, വിരലുകൊണ്ടല്ല, നഖം കൊണ്ട്. മുട്ടീനെന്ന് പറയും വേണം. ആ ശബ്ദം വല്ലാതെ കേട്ട് അസ്വസ്ഥത ഉണ്ടാവാനും പാടില്ല. സോഫ്റ്റ് ആണ്. അപ്പൊ ഡോർ എടുക്കുമ്പോൾ എങ്ങനെ ഡോർ എടുക്കേണ്ടത്? മെല്ലെ എടുക്കണം. അത് കാറിന്റെ ആയാലും റൂമിന്റെ ആയാലും മെല്ലെ എടുക്കണം. കയ്യിൽ കൗണ്ടർ മാത്രം ഉണ്ടായ പോരാ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. ഇതാണ് ഷമായിൽ പഠനം. ഷമായിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടിമുടി ഷെയ്പ്പ് ചെയ്യപ്പെടും. നമ്മുടെ നടത്തത്തിൽ ജഗപൊകയൊന്നും ഉണ്ടാവുന്നില്ല. ചെരുപ്പിട്ടാലും ഇല്ലെങ്കിലും മൂപ്പരുടെ നടത്തത്തിന്റെ ഒന്നും ശബ്ദം ആരും കേൾക്കൂല, ഒരാൾ കേൾക്കൂല. വീട്ടിലേക്ക് എത്തി റൂമിൽ നിന്ന് ഫോൺ വിളിച്ചാൽ ആരോ ചോദിച്ച് ആരാ വിളിക്കുന്നത്, മനസ്സിലായില്ല, എന്നെ മനസ്സിലായില്ല, അങ്ങനെയൊന്നും നല്ല മര്യാദ. വേഗം പേര് പറയും. ഉമ്മ അബ്ദുള്ളയാണ്. ഓക്കെ. ആരാണ്? ഞാനൊന്നും ലോകത്താർക്കും പറയാം, പറയാൻ പാടില്ല. തങ്ങൾക്കത് വെറുപ്പുള്ള കാര്യം, അങ്ങനെ പറയരുത്. അതിനെക്കുറിച്ച് മാത്രം അധ്യായങ്ങളുണ്ട് ഇമാം നവവി റഹ്മഹുള്ളയുടെ അൽ അദ്കാർ എന്ന കിതാബ്.